ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉടയാടയാണ്. നമ്മൾ വിഷുവിന് കണി വെക്കുമ്പോഴും പിന്നെ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ. എനിക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ സീസൺ അല്ലാന്ന്, പക്ഷേ ഞങ്ങളുടെ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. ഞാനത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ യൂട്യൂബിൽ വല്ല വീഡിയോസും കിടപ്പുണ്ടോ നോക്കി, പക്ഷേ ഈ തുണി കൊണ്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു ഷോർട്ട് വീഡിയോ എടുത്തിടാമെന്ന്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കോട്ടൻ്റെ തുണിയും ഷർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാൻവാസില്ലേ, അങ്ങനത്തെ ക്യാൻവാസും ഈ ഗോൾഡൻ കളർ ലേസും മാത്രം മതി. ഞാനിവിടെ 30 ഇഞ്ച് ലെങ്ത്തിലാണ് തുണി എടുത്തത്. എന്നിട്ട് അതിൻ്റെ 4 സൈഡും മടക്കി തയ്ച്ചു കൊടുത്തു. പിന്നെ അതിൽ ഗോൾഡൻ കളർ ലേസ് തയ്ച്ചു കൊടുത്തു. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ലെയർ തയ്ച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. ക്രോഷേ എംബ്രോയ്ഡറിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഈ ഫാഷൻ ഷോ കണ്ടിട്ടില്ലാത്തവർ അതും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ക്യാപ്ഷൻ്റെ മുകളിൽ ലിങ്ക് കൊടുക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക. ലേസും കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഈ ക്യാൻവാസിന് ഒരു സൈഡ് പ്ലെയിൻ ആയിരിക്കും, മറ്റേ സൈഡിൽ ഒരു ഗ്ലേസിങ് ഉണ്ടായിരിക്കും. ഈ ഗ്ലേസിങ് ഉള്ള സൈഡാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്ലേസിങ് ഉള്ള സൈഡും തുണിയുടെ ബാക്ക് സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ക്യാൻവാസും തുണിയും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് ക്യാൻവാസ് തുണിയുടെ കറക്റ്റ് സൈസിൽ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ വിഷറി ഉണ്ടാക്കി കളിക്കില്ലായിരുന്നോ, ആ രീതിക്ക് ഈ തുണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തിരിച്ചും മറിച്ചും അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതാ ഈ രീതിക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ലേസ് വെക്കാത്തൊരു സൈഡില്ലേ, ഇതിൻ്റെ ഓൾറെഡി ഇതിലുണ്ടായിരുന്ന കസവാണ്. ഈ സൈഡിൽ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും പണിയുള്ളൂ നമുക്ക് ഉടയാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ആവശ്യമില്ല എന്നറിയാം, പക്ഷേ ഒരു 2 മാസം കഴിയുമ്പോൾ ആവശ്യം വരും. അപ്പോൾ സേവ് ചെയ്ത് വെച്ചോളുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ഇനി ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങണ്ടല്ലോ നമുക്ക്. ഇതൊന്നും ഇങ്ങനെ നിവർത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ പറയുക.